കൊൽക്കത്തയിലെ യുവ ഡോക്ടർ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ സമരം ഇന്നും തുടരുകയാണ്. സുരക്ഷ ആവശ്യപ്പെട്ട് RG-കർ ആശുപത്രിയിലെ ഡോക്ടർമാർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കത്തയച്ചു. ആശുപത്രിയിൽ മതിയായ സുരക്ഷ ഉണ്ടായില്ലെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട്. ഡി ധനസുമോദ് ഡൽഹി എയിംസിൽ ഇപ്പോൾ സമരം തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക് സുമോദ്, എങ്ങനെ തുടരുന്നു ഡൽഹിയിലെ സമരം? ഡൽഹിയിലെ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ആശുപത്രികളിലും ഓരോ മണിക്കൂറുകൾ വീതമാണ് സമരം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ഡൽഹിയിലെ ആദ്യത്തെ സമരം ആരംഭിച്ചിരിക്കുന്നത് എയിംസിലാണ്. എയിംസിലെ എല്ലാ ഡോക്ടർമാരും, അതായത് സാധാരണ ഒരു 4-5 ദിവസമായി ഇവരിപ്പോൾ റെസിഡന്റ് ഡോക്ടർമാർ എയിംസിലെ മുഴുവൻ ഡോക്ടർമാരും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർ ആശുപത്രി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അവർ ആശുപത്രി ബഹിഷ്കരിക്കുമ്പോൾ അത്യാഹിത വിഭാഗം, ഇത് കൂടാതെ വളരെ അടിയന്തരമായി നടത്തേണ്ട സർജറി, ശസ്ത്രക്രിയകൾ മാറ്റി നിർത്തി അത് നടത്തുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ആണ് ഇപ്പോൾ എയിംസിൽ നിന്നുള്ള എയിംസിലെ ഡോക്ടർമാർ, മുതിർന്ന ഡോക്ടർമാർ, പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഡീൻമാർ എന്നിവരടക്കം ഇപ്പോൾ സമരം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സമരം ആരംഭിക്കുന്നത് സഫ്ദർജംഗ് ഹോസ്പിറ്റലാണ്. സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ 1 മണിക്കൂർ സമരത്തിന് ശേഷം പിന്നെ അടുത്ത മണിക്കൂറിൽ സമരം ആരംഭിക്കുന്നത് RML ഹോസ്പിറ്റലായിരിക്കും. ഈ RML ഹോസ്പിറ്റലിലെ സമരത്തിന് ശേഷം ഡൽഹിയിലെ മറ്റ് ആശുപത്രികളിലായിരിക്കും സമരം ഉണ്ടാകുന്നത്. ഇതെല്ലാം ചേർന്നതിന് ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി എല്ലാ ഡോക്ടർമാരും, എല്ലാ ആശുപത്രികളിലെയും ഡോക്ടർമാർ ജന്തർ മന്ദറിൽ ഒത്തുചേർന്ന് അവിടെ സമരം ചെയ്യാം എന്നാണ് കരുതിയിരിക്കുന്നത്. ഇന്നലെ ആരോഗ്യ മന്ത്രാലയത്തിന് മുമ്പിലായിരുന്നു സമരം ഉണ്ടായിരുന്നത്. അന്ന് ആശുപത്രിയിൽ ഡോക്ടർമാർ ഒന്നടങ്കം ഈ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ പോലീസുകാർ തന്നെ അവരോട് പറയുകയായിരുന്നു, നിങ്ങൾ ജന്തർ മന്ദറിലാണ് സമരം ചെയ്തത്. ഉടനെ തന്നെ ആ ഡോക്ടർമാർ തിരിച്ചു ചോദിച്ചത്, ജന്തർ മന്ദറിൽ മാസങ്ങൾ സമരം നടത്തിയ വിനേഷ് ഫോഗട്ട് അവർക്ക് എന്ത് നീതിയാണ് ലഭിച്ചത് എന്ന് ചോദ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും മതിയായ സുരക്ഷ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല ആശുപത്രിയിൽ ഡോക്ടർമാർക്ക്. കാര്യം 36 മണിക്കൂർ നിരന്തരം ഡ്യൂട്ടി എടുത്തതിന് ശേഷമാണ് വിശ്രമിച്ചപ്പോഴാണ് കൽക്കട്ടയിലെ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനും പിന്നീട് ക്രൂരമായ കൊലപാതകത്തിനും ഇരയായത്. അതുകൊണ്ട് മതിയായ സുരക്ഷാ സൗകര്യം ഒരുക്കുക. ഇപ്പോൾ കൽക്കട്ടയിൽ നിന്നും RG-കർ ആശുപത്രിയിലെ ഡോക്ടർമാർ കൂട്ടത്തോടെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യമുള്ളത്. കാര്യം 3000-ഓളം വരുന്ന ജനക്കൂട്ടമാണ് ഇളകി വരികയും അവിടെ അത്യാഹിത വിഭാഗത്തിലെ വാർഡുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്ത്. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാർ രാജ്യത്ത് സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ ഡോക്ടർമാർ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. ഡൽഹി എയിംസിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ഡൽഹിയിൽ ഓരോ ആശുപത്രിയിലും ഓരോ മണിക്കൂർ വീതം സമരം ചെയ്യാനാണ് തീരുമാനം. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് അതിലും ഡോക്ടർമാർ കത്തയച്ചിട്ടുണ്ട്.